ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്രശ്നം അൺഫിറ്റ് ആയിട്ട് നമുക്ക് ഫിറ്റ്നസ് തന്നില്ല, അൺഫിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. കെട്ടിടം അൺഫിറ്റ് ആണ്. ബിജു സാർ, ഈ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ ക്ലാസ് മുറി പ്രവർത്തിച്ചിരുന്നു എന്ന് അവിടെ വന്ന കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ പറയുന്നുണ്ട്. 4B-യിലൊക്കെ കഴിഞ്ഞ ആഴ്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നു, അതിന് മുന്നിലാണ് തകർന്നു കിടക്കുന്നത്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇല്ല, ക്ലാസ് മുറികളൊന്നും അതിനകത്ത് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ 4B എവിടെയാണ്? നമുക്ക് അതിന് പകരമായിട്ട് നമുക്ക് ഈ ടെമ്പററി ഷെഡിലാണ്, അതായത് ഇവിടെ ഓഡിറ്റോറിയത്തിൽ നമുക്ക് ക്ലാസ് മുറി നടത്തുന്നതിനുള്ള അനുവാദം നമുക്ക് തന്നിട്ടുണ്ട്. ആ ഷെഡുകളിലാണ് നമ്മൾ ഈ ക്ലാസ് മുറികളൊക്കെ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടേക്കാണോ അപ്പോൾ കുട്ടികളെ കഴിഞ്ഞ ദിവസം വരെയൊക്കെ ഇരുത്തി പഠിപ്പിച്ചിരുന്നത്? അതെ. ബിജു സാർ, പക്ഷേ അവിടെ നിന്ന് ഈ ഓടൊക്കെ പൊളിഞ്ഞിളകി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അവിടെ നിന്ന് ബെഞ്ചും ഡെസ്കും ഒക്കെ മാറ്റിയെന്ന് അവിടെ എത്തിയ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഒരു വാസ്തവമില്ല, അത് വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഫിറ്റ്നസ് ഇല്ലാത്ത ഈ കെട്ടിടത്തിൽ അപ്പോൾ ഒരു ക്ലാസ്സും നടന്നിട്ടില്ല എന്നാണോ താങ്കൾ ഉറപ്പിച്ചു പറയുന്നത്? അതെ. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടമായതുകൊണ്ട് നമ്മൾ ക്ലാസ് മുറികളൊന്നും അതിനകത്ത് ഫംഗ്ഷൻ ചെയ്തിട്ടില്ല. ഓഫീസ് മുറി പ്രവർത്തിച്ചിരുന്നോ? ഓഫീസ് മുറി എല്ലാ ഓഫീസിലെ പിന്നെ അലമാരകളും ഫയലുകളും ഒക്കെ അതിനകത്ത് ഉണ്ട്, അല്ലാതെ ഓഫീസ് മുറിയായിട്ട് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ആ കെട്ടിടത്തിൽ ആൾപെരുമാറ്റമേ ഉണ്ടായിരുന്നില്ല എന്നതാണ് താങ്കൾ പറയുന്നത്? അതെ, ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് ഫയലുകളും മറ്റും അതിനകത്ത് സൂക്ഷിക്കുന്നുണ്ട്. അത് ഈ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടല്ല, അത് മാറി നിൽക്കുന്ന അതിനോട് തന്നെ അനുബന്ധിച്ച് നിൽക്കുന്ന കെട്ടിടം ക്ലാസ് മുറികളാണ്. ടീച്ചേഴ്സ് റൂമും. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടുകാരെന്തിനാണ് പ്രതിഷേധിക്കുന്നത്? അവർക്ക് ഈ കാര്യങ്ങളൊന്നും ബോധ്യപ്പെടുന്നില്ലേ? അറിയില്ല. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായൊരു മറുപടി തരാൻ എനിക്കറിയില്ല. ഇപ്പോൾ ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലല്ലോ. ഈ കുട്ടികൾക്ക് പഠിക്കുന്നതിനായി സമാന്തരമായി മറ്റൊരു സംവിധാനം തയ്യാറായോ? അതോ ഈ താൽക്കാലിക ഷെഡിൽ തന്നെ അവർക്ക് തുടരേണ്ടി വരുമോ? അതെ, അതായത് ഈ താൽക്കാലിക ഷെഡിൽ നിന്നും നമുക്ക് അടുത്ത ആഴ്ച തന്നെ, അതായത് നമുക്ക് കിഫ്ബിയുടെ 2 കോടി രൂപയോളം ലഭ്യമായിട്ടുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് 14 മുറികളുള്ള കെട്ടിടം കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ 14 മുറികളുടെ കെട്ടിടത്തിന്റെ പണി, അതിന്റെ സിവിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അതിന്റെ ഇലക്ട്രിക്കൽ വർക്ക് മാത്രമേ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ഇപ്പോൾ സിവിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ക്ലാസ് മുറികൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ MD-ക്ക് നമ്മൾ കത്ത് കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് അതിന്റെ AXC ആയിട്ട് സംസാരിച്ചപ്പോൾ അതിന്റെ പേപ്പർ വർക്കുകളെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ താങ്കൾ നിൽക്കുന്ന ഈ ഓടിട്ട കെട്ടിടത്തിന്റെ താങ്കളുടെ വലതുഭാഗത്തായിട്ടുള്ള ആ കെട്ടിടമാണ് പുതിയ കെട്ടിടം അല്ലേ? അതെ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഞാൻ കണ്ടിരുന്നു, നമ്മുടെ വീഡിയോ കാണിച്ചു തന്നിരുന്നു. ആ കെട്ടിടത്തിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ മാറണം. കാരണം ഈ കുട്ടികളൊക്കെ വന്ന് കളിക്കാനായാലും അങ്ങോട്ടൊക്കെ കയറിയാൽ വലിയ അപകടം ഉണ്ടാകില്ലേ? മാറുകയാണ് ഇന്ന് തന്നെ. മിക്കവാറും നമുക്ക് അതിനകത്ത് ഇന്ന് തന്നെ നമുക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് അതിന്റെ തീരുമാനം നമുക്ക് കളക്ടറുടെ ഭാഗത്തു നിന്നും ഒക്കെ അതിനുള്ള നിർദ്ദേശം കിട്ടിയാൽ ഉടൻ തന്നെ നമ്മളുടെ കുട്ടികളെ നാളെ തന്നെ ആ ബിൽഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്കൾ പറഞ്ഞത് ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുകയാണ്. പക്ഷേ സ്കൂളിൽ നാട്ടുകാര്, രക്ഷിതാക്കൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എല്ലാവരും വന്ന് താങ്കളുടെ വാദം തള്ളുകയാണ്. അതുകൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഉപയോഗിക്കാത്ത കെട്ടിടമെന്ന് താങ്കൾ പറയുമ്പോൾ അവിടെ ക്ലാസ് നടന്നിരുന്നു, സ്കൂളിന്റെ വാദം കള്ളമാണെന്ന് വിദ്യാർത്ഥികളും പറയുന്നുണ്ട്. അതുകൂടി താങ്കൾ ഒന്ന് ഗൗനിച്ചേക്കൂ. ഓക്കെ, വളരെ നന്ദി. ബിജു സാറാണ് നമ്മളോട് സംസാരിച്ചത്. പ്രധാന അധ്യാപകൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു അവിടെ ക്ലാസുകൾ നടന്നിട്ടില്ല, ക്ലാസുകൾ താൽക്കാലിക ഷെഡിലാണ് നടന്നതെന്ന്. ശരത് SS, ആ താൽക്കാലിക ഷെഡിൽ ഏതൊക്കെ ക്ലാസ് മുറികൾ പ്രവർത്തിച്ചിരുന്നു എന്നതുകൂടി ഒന്ന് നോക്കൂ. ആ ദൃശ്യങ്ങളടക്കം നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ശരത്ത്, ഏറ്റവും പുതിയ വിവരങ്ങൾ തത്സമയം ഓൺ സ്പോട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കെട്ടിടത്തിൽ ക്ലാസുകൾ ഉണ്ടായിരുന്നില്ല, 4B എന്നല്ല, ഒരു ക്ലാസ്സും ഉണ്ടായിരുന്നില്ല എന്ന് HM ആവർത്തിക്കുമ്പോൾ ഈ കുട്ടികളൊക്കെ ആ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു എന്ന് പറയുന്നത് അപ്പോൾ കള്ളമാണോ? ആരാണ് ഇവിടെ കള്ളം പറയുന്നത്? ആ കള്ളം എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? നമുക്ക് അതിലേക്ക് എത്താം.